Hi friends, Assalamu alaikum. Welcome back to Alhan's world. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കേക്കുകളിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ലെച്ചസ് കേക്ക്. 3 മിൽക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വളരെ സ്വീറ്റാണ്, അതുപോലെ തന്നെ ഈസിയുമാണ് ഇത് ഉണ്ടാക്കാൻ. ഇതിനു വേണ്ടി ആദ്യം സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇവ ഒരു അരിപ്പയിലിട്ട് നന്നായി അരിച്ചെടുക്കാം. ഇതേ സമയം കേക്ക് ടിന്നിൽ ഓയിൽ ഒഴിച്ച് ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് സെറ്റാക്കാം. ഇനി ഒരു ബൗളിൽ 4 മുട്ട എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ മിൽക്ക് എസൻസ്, 1/2 ടീസ്പൂൺ ബട്ടർ എസൻസ് എന്നിവ ചേർക്കാം. ഇവ ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഇനി ഈ മിക്സ് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി ടെക്സ്ചർ വരുന്നത് വരെ ഈ മിക്സ് ബീറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വരികയുള്ളൂ. ഇനി ഈ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ച് അത് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ടെക്സ്ചർ. നമുക്ക് ഈ ബാറ്റർ നേരത്തെ സെറ്റാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം കേക്ക് ടിൻ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത് വെച്ച ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു തട്ട് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കുന്നത്. ഈ പാത്രം മൂടി വെച്ച് 30 മിനിറ്റ് മുതൽ ഒരു 45 മിനിറ്റ് വരെ നമുക്ക് ഈ കേക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ആവശ്യമായ 3 മിൽക്ക് സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മിൽക്ക്, അതുപോലെ 1 കപ്പ് ഫ്രഷ് ക്രീം, കൂടാതെ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അമുൽ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവ മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ലെച്ചസ് കേക്കിൻ്റെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള സിറപ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. കൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ കേക്കിൽ കൂടുതലായി ഈ സിറപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു ഡെസേർട്ടായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ കേക്ക് സെറ്റ് ചെയ്യുന്നതിനായി ഒരു പരന്ന പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് കുത്തി കൊടുക്കാം. ഇനി ഈ സിറപ്പ് നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗർ സിറപ്പിനേക്കാൾ കൂടുതൽ ഈ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് സിറപ്പ് ഈ കേക്കിലേക്ക് നന്നായി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്താൽ നന്നായിരിക്കും. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വിപ്പിംഗ് ക്രീം ഒരു ഐസിങ് ബാഗിലെടുത്ത് ആ ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേക്കിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഡിസൈൻ കിട്ടും. ഇതുപോലെ കേക്കിൻ്റെ മുകൾ ഭാഗം മുഴുവൻ ഇതേ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുവാനായി ഡ്രൈ റോസ് പെറ്റൽസോ അല്ലെങ്കിൽ നട്ട്സോ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പിസ്ത പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന സിറപ്പ് കേക്കിന് മുകളിൽ ഒഴിച്ച് നമുക്ക് ഈ കേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.